Hi friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ സമൂസയാണ്. ഇന്നലെ നമ്മൾ തയ്യാറാക്കിയ സമൂസ ഷീറ്റില്ലേ അത് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതായത് ഹോം മെയ്ഡ് സമൂസ ഷീറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചിക്കൻ സമൂസ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് തീർന്നില്ല. അപ്പൊ നമുക്ക് ചിക്കൻ സമൂസ തയ്യാറാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഈ ചിക്കൻ ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മതി. കാരണം ചിക്കൻ കുക്കാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ട് പുറത്തോട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരണവരെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കനായ കാരണം ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും, പ്രത്യേകിച്ച് ബോൺലെസ് ചിക്കൻ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇതിനി അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇപ്പം ഇത് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോട്ടെ. അതിനുശേഷം നമുക്ക് തുറക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഒരു പച്ചമുളക് ഇതിലേക്ക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. കൂടുതൽ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കുന്ന കാരണമാണ് പച്ചമുളക് കുറച്ച് ചേർത്തിരിക്കുന്നത്. പച്ചമുളക് കുറച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 വലിയ സവാള എടുത്തിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയിലേക്ക് മാത്രം മതി, കാരണം നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തതാണല്ലോ. ഇനി സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരട്ടെ. ഇപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം വെന്തുണ്ടോന്ന്. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഈ വെള്ളത്തിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് വറ്റിച്ചെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇപ്പം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്നോട്ടെ. നമ്മൾ സമൂസ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ മിക്സിയിൽ അടിച്ചെടുത്താലും അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവില്ല. ഇപ്പം നമ്മുടെ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടി ഒരുപാട് ചേർക്കണില്ല. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് തന്നെ മാറിയിട്ട് വരട്ടെ. ഇപ്പം ഇതിൻ്റെ പച്ചമണമെല്ലാം നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ചിക്കനും ഈ മസാലയും കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ആവട്ടെ. കുറച്ച് സമയം നമുക്ക് ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഈ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിലെന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാം നല്ല പെർഫെക്റ്റ് തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു കറിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇത് മതി. നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ട് കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മസാല നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് സമൂസ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സമൂസ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്
കുറച്ച് മൈദയുടെ മിക്സ് തയ്യാറാക്കി എടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട. ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത്. ഇപ്പം ഞാനിത് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിന് മാറ്റി വയ്ക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് സമൂസ തയ്യാറാക്കണത്. ഞാനിത് ഇതുപോലെ നടുവിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഒരു പ്രാവശ്യം. അതിനുശേഷം ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു കോൺ ഷേപ്പിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങില്ലേ, അത് കുറച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ സമൂസയിൽ എത്ര കൊള്ളുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഇതിപ്പോൾ ചെറിയ സമൂസ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദയുടെ ഒരു ഗ്ലൂ ഇല്ലേ, അത് വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ വയ്ക്കാം. ഇതിൻ്റെ എൻഡിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു പോർഷനിലും ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അത് കറക്റ്റായിട്ട് അങ്ങോട്ട് ഒട്ടിയിരുന്നോളും. ഈ എഡ്ജസിലും ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ. അതിനുശേഷം ഇതുപോലെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് വലിച്ച് ഒട്ടിക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഈ ഒരു പോർഷൻ ഞാൻ ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു സമൂസ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഗ്യാപ്സ് ഒന്നും ഉണ്ടാവരുത്. ഈ ഒരു എഡ്ജസിലോ അതുപോലെ എവിടെയെങ്കിലും ഗ്യാപ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എഡ്ജസിലൊക്കെ ഗ്യാപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയുടെ പേസ്റ്റില്ലേ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മൈദയുടെ പേസ്റ്റ് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഒട്ടിയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എഡ്ജസിലൊക്കെ പ്രത്യേകിച്ച്. ഈ ഒരു ഏരിയയിലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വലിച്ചു പിടിച്ച് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഭാഗവും ഇതുപോലെ വലിച്ച് ഒട്ടിച്ചു കൊടുക്കുക. എഡ്ജസ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാപ്സ് വരരുത് കേട്ടോ. ഗ്യാപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഈ മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ടാവും. എന്താ ഇപ്പം 2 എണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നോമ്പിൻ്റെ സമയമൊക്കെ ആയ കാരണം നമുക്ക് ഫ്രീസറിൽ വെക്കണമെങ്കിൽ നല്ല സൗകര്യമാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ സമൂസ വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വെക്കുമ്പോൾ ഒരു ലെയർ സമൂസ വയ്ക്കുക, അതിൻ്റെ മുകളിൽ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യുക, എന്നിട്ട് പിന്നെ സമൂസ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലായിരിക്കണം എപ്പോഴും വെക്കേണ്ടത്. ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് കാണിക്കാം.
ഇപ്പം ഞാനിതെല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു അളവ് വെച്ച്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഒരുപാട് അബ്സോർബ് ചെയ്യും. അതിപ്പോൾ എന്ത് ടൈപ്പ് ഫ്രൈ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ സമൂസ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത ആ പാനിൽ നിറയെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടി പിടിക്കണ പ്രശ്നമൊന്നുമില്ല. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഓരോന്നും നമുക്ക് മറിച്ചും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒരുപാട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ട് വരട്ടെ. ഇത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരട്ടെ. ഇതിൻ്റെ ഇപ്പോൾ ഉൾഭാഗത്തെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുള്ളതാണല്ലോ. ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. നമ്മളിത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും തുറന്നു പോവും. അപ്പോൾ അങ്ങനെ വരരുത് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കോരി മാറ്റാം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സമൂസയും ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ പല ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, സമൂസ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ്. തണുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പക്ഷെ കുറച്ചും കൂടി നല്ലത് ചൂടോടുകൂടി തന്നെയായിരിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതും കോരി മാറ്റണം. സമൂസ ഫ്രൈ ചെയ്തെടുക്കാനൊന്നും അത്രയധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ ബെല്ലൈക്കൺ കൂടി കാണാം. അതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.